ഉദ്യോഗത്തിന്റെ വഴികളിലൊന്നും പോകാതെ സ്വന്തമായ ഉപജീവന മാർഗം കണ്ടെത്തുകയും ആ മേഖലയിൽ തിളക്കമാർന്ന വിജയം കൈവരിക്കുകയും ചെയ്യുന്ന ചേച്ചിമാരെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. സ്ഥിര വരുമാനം എന്നതിനപ്പുറം അധ്വാനത്തിനനുസരിച്ച് വരുമാന വർധനവ് എന്ന സന്തോഷമാണ് അവരുടെ ലോകത്ത് സംഭവിക്കുന്നത്. സാരിയിലും ചുരിദാറിലുമൊക്കെ വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന ഗീത ചേച്ചിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ പെൺപെരുമയിൽ. വരൂ കാണാം. പൂക്കളും മറ്റ് ചിത്രരൂപങ്ങളും എന്നും മനസ്സിന് ആനന്ദം തരുന്നു. അവ നാം അണിയുന്ന വസ്ത്രങ്ങളിലാണെങ്കിലോ ആ സന്തോഷം ഇരട്ടിയാകുന്നു. മഞ്ഞയും കറുപ്പും വയലറ്റും ഒക്കെ നിറങ്ങളിലുള്ള സാരികളിലും ചുരിദാറുകളിലും ചിത്രപ്പണികൾ ഒരുക്കുന്ന ഗീത ചേച്ചി ഒഴിവ് സമയത്തെ ഒരു വിനോദമായാണിത് തുടങ്ങിയത്. എംബ്രോയിഡറിയിൽ തുടങ്ങി ഇപ്പോൾ പെയിൻറ്റിങ്ങിൽ വേരുറപ്പിച്ച ഗീത ചേച്ചി പറയുന്നത് കേൾക്കൂ. ഒഴിവ് സമയങ്ങളിൽ എൻ്റെ ഫ്രണ്ട്സും ഞാനും കൂടി എംബ്രോയിഡറി ആദ്യം ചെയ്തു. അത് കഴിഞ്ഞ് പെയിൻറ്റിങ്ങിലോട്ട് പോയി. പിന്നെ അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് പഠിച്ചു. അവർ എംബ്രോയിഡറിയിൽ ഫീൽഡിൽ ഇപ്പോഴും തുടരുകയാണ്. ഞാൻ മാത്രമാണ് പെയിൻറ്റിങ്ങിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ അത് കാരണം എനിക്ക് ഒരുപാട് സമയം പെയിൻറ്റിങ് ചെയ്യുന്ന എംബ്രോയിഡറിയെക്കാളും വളരെ വേഗത്തിൽ നമുക്ക് പിക്ചർ വരയ്ക്കാനും അത് മാർക്കറ്റ് ചെയ്യാനും നമുക്ക് കഴിയുന്നുണ്ട്. സാരിയിൽ മാത്രമല്ല, ചുരിദാറിൽ, ടീഷർട്ടിൽ, പിന്നെ പില്ലോ കവറ്, ബെഡ്ഷീറ്റ് എന്നിവയിലെല്ലാം ചെയ്യാം. ശുഭവസ്ത്രങ്ങളിലെ നീലപ്പൂക്കൾ കാണാൻ തന്നെ എന്തൊരഴക്! അതുപോലെ ചുരിദാറുകളിലും ഗീത ചേച്ചിയുടെ കരവിരുത് ചെന്നെത്തുന്നു. തുണിത്തരങ്ങളിലെ ചിത്രനിർമ്മിതി ഇപ്പോൾ ഗ്ലാസ് പെയിൻറ്റിങ്ങുകളിലേക്കും വഴിമാറിയിരിക്കുന്നു. ഗ്ലാസ് പെയിൻറ്റിങ് ഞാൻ ചെയ്യാറുണ്ട്. ഗ്ലാസ് പെയിൻറ്റിങ് ഇപ്പോഴും നമ്മൾ വിവാഹ ആവശ്യത്തിനായിരുന്നാലും, പ്രസൻറ്റേഷൻ, വീട്ടാവശ്യത്തിന്, ഹൗസ് വാമിങ്ങിന്, ഇങ്ങനെയുള്ളതിനെല്ലാം നമുക്ക് പ്രസൻറ്റേഷൻ ഐറ്റമായിട്ട് നമുക്കിത് നന്നായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ആദായകരമായിട്ട് ചെയ്യാവുന്ന, സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തൊഴിൽ കൂടിയാണ്. ഒഴിവ് സമയങ്ങൾ കഴിവതും വിനിയോഗിക്കാൻ ഇത് ഉപകാരപ്രദമാണ്. സ്വന്തം സാരികളിലായിരുന്നു ഗീത ചേച്ചിയുടെ ആദ്യ പരീക്ഷണം. അത് വിജയകരമായതോടെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ഡിസൈൻ ചെയ്തു. അതോടെ അത് പോപ്പുലറായി. ഇന്ന് തിരക്കേറിയ ഒരു ഡ്രസ് പെയിൻറ്ററായി മാറിക്കഴിഞ്ഞു ഗീത ചേച്ചി. ആദ്യം ഒരു ഹോബിക്ക് തുടങ്ങിയ ഈ പെയിൻറ്റിങ് ഇന്ന് എനിക്ക് ഒരു വരുമാന മാർഗമായി തീരുകയാണ്. ഇപ്പോൾ ഞാൻ തന്നെയാണ് ആദ്യം ഇത് എൻ്റെ സാരികൾ പെയിൻറ്റ് ചെയ്ത് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അത് കണ്ട് എൻ്റെ ഫ്രണ്ട്സും അവർ മുഖാന്തരം വേറെ പലരും എന്നെ വന്ന് കോണ്ടാക്റ്റ് ചെയ്യും. ഞാൻ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. ഇപ്പോഴും പല ബാങ്കുകളിലുള്ള ആൾക്കാർ, പിന്നെ പുറത്തും എൻ്റെ സാരികൾ വിൽപ്പനയ്ക്ക് പോകുന്നുണ്ട്. ഗീത ചേച്ചിയുടെ ഇത്തരം മനോഹര ഡിസൈനുകൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ടായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. മുന്തിരിക്കുലകളും പൂവള്ളികളും ഒക്കെ നിറഞ്ഞ ഈ കലാലോകം വ്യത്യസ്ത തരം പെയിൻറ്റുകൾ കൊണ്ടാണ് ചേച്ചി ഒരുക്കുന്നത്. ഓരോ തുണിത്തരത്തിനും അനുയോജ്യമായ പെയിൻറ്റുകളെക്കുറിച്ചും ചേച്ചി പറയുന്നു. പെയിൻറ്റ് തന്നെ വാട്ടർ ബേസ്ഡ് പെയിൻറ്റും ഉണ്ട്, സോൾവെൻറ്റ് ബേസ്ഡ് പെയിൻറ്റും ഉണ്ട്. എപ്പോഴും കോട്ടൺ ക്ലോത്തിന് സാധാരണ നമ്മൾ ഉപയോഗിക്കാതെ വാട്ടർ ബേസ്ഡ് പെയിൻറ്റുകളാണ് ഉപയോഗിക്കാറ്. അതേസമയം മെറ്റാലിക് പെയിൻറ്റുകൾ ഉപയോഗിക്കുന്നത് നല്ല ഫിനിഷിങ്, നല്ല സിൽക്കി മെറ്റീരിയലിന് സാധാരണ ഉപയോഗിക്കുന്നത് മെറ്റാലിക് പെയിൻറ്റുകൾ. പിന്നെ സിൽക്ക് സാരികൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഗുട്ട എന്നൊരു ലൈനർ പോലത്തെ ഒരു സാധനമുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ പെയിൻറ്റ് പടർന്നു പോകും. വിവിധ തരം പെയിൻറ്റുകൾ ഉപയോഗിക്കാനുള്ള ഒരു താല്പര്യം നിങ്ങൾക്കുണ്ടോ? ഒരിത്തിരി കലാബോധവും ക്ഷമയും സമയവും കൂടി വേണം. എങ്കിൽ ഈ രംഗത്തേക്ക് നിങ്ങൾക്കും സധൈര്യം കടന്നു വരാം. ഒരു കോട്ടൺ സാരിയിൽ എങ്ങനെ പെയിൻറ്റ് ചെയ്യാമെന്ന് ഇതാ ഗീത ചേച്ചി വിശദീകരിക്കുന്നു. കോയിൽ കോട്ടൺ സാരിയിലാണ് ഞാനിവിടെ ഇന്ന് പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. ആദ്യം സാരി നന്നായിട്ട് വിനാഗിരി ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം, തേച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സ്കെച്ച് ഒന്നുകിൽ യെല്ലോ കാർബൺ ഉപയോഗിച്ച് ട്രേസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചിട്ട് അത് അതിൻ്റെ അടിയിൽ വച്ചിട്ട് നമുക്ക് ഇത് ട്രേസ് ചെയ്യാം. ഈ തുണി കഴുകിയിട്ട് തന്നെ പെയിൻറ്റ് ചെയ്യാവുള്ളൂ, ഇല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതിന് കളറ് മങ്ങും. അതിൻ്റെ കഞ്ഞിപ്പശയും ഒക്കെ പോകാൻ ഇതാണ് ഏറ്റവും നല്ലത്.
ഇതിന് പുറമേ നമ്മൾ ചെയ്തതിന് ശേഷം സീക്വൻസ് വർക്ക് ചെയ്യണോ അത് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാനൊരു പൂ പൂർത്തിയായി. ഇനി നമുക്ക് ഇതിൻ്റെ വള്ളി വരയ്ക്കാം. ഈ വള്ളി വരയ്ക്കുന്നതും പൂ വരയ്ക്കുന്നതും നമുക്ക് ഷെയ്ഡ് വർക്ക് കൊടുക്കാം, അല്ലാതെയും ചെയ്യാം. ലൈറ്റ് ഷെയ്ഡാണെങ്കിൽ ഡാർക്ക് ഔട്ട്ലൈൻ ആയിരിക്കണം. ഡാർക്ക് ഷെയ്ഡ്സ് ഉള്ള സാരി ആണെങ്കിൽ ലൈറ്റ് കളേഴ്സ് ആയിരിക്കണം ഔട്ട്ലൈൻ വരേണ്ടത്. ഒരു ഫ്ലവർ വരച്ച് തീർന്നു. ഒരു ഹോബിയായി എല്ലാ വീട്ടമ്മമാർക്കും ഈ രംഗം തിരഞ്ഞെടുക്കാവുന്നതേയുള്ളൂ. സ്വന്തം വസ്ത്രങ്ങളിൽ ആദ്യം ആരംഭിക്കാം, പിന്നെ മറ്റുള്ളവർക്കായി വർണ്ണവിസ്മയം ഒരുക്കി നല്ല വരുമാനം നേടുകയും ചെയ്യാം.